ചരിത്രപ്രസിദ്ധമായ മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ ഭാഗമായി പ്രഭാഷണം നടന്നു. കേരളത്തിലെ മികച്ച പ്രഭാഷകനായ പി.വി. പ്രസാദ് ആണ് പ്രഭാഷണം നടത്തിയത്. മല്ലപ്പള്ളി തിരുമാലയുടെ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് പ്രഭാഷണം നടത്തിയത്. തിരുമാലയുടെ മഹാദേവ ക്ഷേത്രം ഹൈന്ദവ സേവാ സംഘം മുൻ രക്ഷാധികാരി പി.വി. പ്രസാദ് ആണ് പ്രഭാഷണം നടത്തിയത്. ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനാരാണ്? അവിടെ കുതിരക്കാരൻ പറഞ്ഞു, തെരിയാതയ്യ. ഓ, തെരിയാതയ്യ. ആ നെൽപ്പാടത്തിന്റെ ഉടമസ്ഥനായ തെരിയാതയ്യ തന്നെയാണ് ഈ തേയിലത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ എന്ന് മനസ്സിലാക്കി. കുറച്ചങ്ങോട്ട് ചെന്നപ്പം ഒരു വലിയ അണക്കെട്ട് കാണുന്നു. ഈ ഡാമിന്റെ ശില്പി ആരാണ്? അവിടെ പുള്ളിക്കാരൻ മനസ്സിലായില്ല, തെരിയാതയ്യ. ഓ, തെരിയാതയ്യ. അയാൾക്കൊരു കട്ടത്തിന്റെ ഉടമസ്ഥനായിരുന്നു, തേയിലത്തോട്ടത്തിന്റെ ഉടമസ്ഥനായിരുന്നു, ഉക്കിന്റെ എഞ്ചിനീയർ. സമ്മതിച്ചു. കുറച്ചങ്ങോട്ട് ചെന്നപ്പം വലിയൊരു കൊട്ടാരം കാണുന്നു. ആ കൊട്ടാരം കണ്ടപ്പം സാഹിബ് ചോദിച്ചു, ഹൂസ് പാലസ് ഈസ് ദിസ്? ആരുടെ കൊട്ടാരമായത്? അപ്പോഴും പാവം കുതിരക്കാരൻ പറഞ്ഞു, തെരിയാതയ്യ. ഓ, തെരിയാതയ്യ. ഇവിടെ താമസിക്കുന്നതല്ലേ ഉള്ള. അങ്ങനെ തെരിയാതയ്യ എന്ന് പറയുന്ന ഒരു വലിയ വിഗ്രഹമായി ആ സാഹിബിന്റെ മനസ്സിലിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് ചെന്നപ്പം വലിയ ചെണ്ടോട്ടൊക്കെ ആയിട്ട് ജാഥ വരുന്നു. തമിഴ്നാട്ടിൽ ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ കസേരയിൽ ഇരുത്തി മൂക്കി പഞ്ഞി വെച്ച് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നോ ഇരിക്കും. ഇതിനാളൊരു ചെണ്ട കുട്ടികൾക്ക് ആട്ടവും പാട്ടും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ മൂക്കി പഞ്ഞി വെച്ച് ഒരാളെ കസേരയിൽ കൊണ്ടിരുന്നു. അപ്പൊ ചോദിച്ചു, ഹൂ ഡൈഡ്? തെരിയാതയ്യ. ഓ, തെരിയാതയ്യ ഡൈഡ്. സാഹിബ് അന്തം വിട്ടുപോയി. അയാളുടെ മനസ്സിൽ വിഗ്രഹമായി മാറിയ തെരിയാതയ്യ നെൽപ്പാടത്തിന്റെ ഉടമ, തേയിലത്തോട്ടങ്ങളുടെ ഉടമ, അണക്കെട്ട് കെട്ടിയ ശില്പി, ആ വലിയ കൊട്ടാരത്തിന്റെ ഉടമസ്ഥൻ, ആ പുള്ളിക്കാരൻ ചത്തുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തേർത്തട്ടിൽ പണ്ട് അർജുനൻ തളർന്നിരുന്നവർ സാഹിബ് തളർന്നിരുന്നു എന്നാണ് പറയുന്നത്. വിശ്വജനനി ഭാരതം എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണം കേൾക്കാൻ നിരവധി ഭക്തരെത്തി. ഹൈന്ദവ സേവാ സംഘം പ്രസിഡന്റ് എസ് മനോജ് അധ്യക്ഷത വഹിച്ചു.